ഹലോ ഗൈസ്, പലരും എൽ ബി എസിൻ്റെ SC/ST സ്പോട്ട് അലോട്ട്മെൻറ്റിനെ കുറിച്ച് കുറേ സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ അത് LBS ഒഫീഷ്യലായി തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പിന്നെ ഓരോ ജില്ലയിലെ ഫെസിലിറ്റേഷൻ സെൻറ്ററിനെ കുറിച്ചും ഡീറ്റെയിൽസ് പുറത്ത് വിട്ടിട്ടുണ്ട്. LBS മുൻപ് വിട്ട ഷെഡ്യൂൾ പ്രകാരം ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് SC/STൻ്റെ സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ, SC/STൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ LBS പുറത്ത് വിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. 2024-25 അധ്യയന വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിന് സർക്കാർ സ്വാശ്രയ കോളേജുകളിൽ SC/ST വിഭാഗക്കാർക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിലുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് 2024 സെപ്റ്റംബർ 30 LBS സെൻറ്റർ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിൽ വെച്ച് രാവിലെ 10 മണിക്ക് നടത്തുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർ LBS ജില്ലാ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളിൽ രാവിലെ 11 മണിക്കകം നേരിട്ട് ഹാജരായി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പ്രസ്തുത സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. മുൻ അലോട്ട്മെൻറ്റുകളിലൂടെ കോളേജുകളിൽ പ്രവേശനം ലഭിച്ചവർ NOC അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഒഴിവുകളുടെ വിശദാംശങ്ങൾ www.lbscenter.kerala.government.in എന്ന വെബ്സൈറ്റിൽ അലോട്ട്മെൻറ്റിന് മുമ്പ് പ്രസിദ്ധീകരിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ അന്നേ ദിവസം തന്നെ നിർദ്ദിഷ്ട ഫീസ് അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റിന് ശേഷം കോളേജ് മാറ്റം അനുവദിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഓരോ ജില്ലയിലെയും ഫെസിലിറ്റേഷൻ സെൻറ്റർ എവിടെയാണ്, എപ്പോഴാണ് പോകേണ്ടത്, എന്തൊക്കെ കൊണ്ടുപോകണം, അവിടെ പോയാൽ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നതിനെ കുറിച്ചൊക്കെ കുറേ പേര് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഇതാ LBS തന്നെ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു PDF പുറത്തുവിട്ടിട്ടുണ്ട്. ആദ്യം ഇതിൽ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് വായിക്കാം. SC/ST വിഭാഗക്കാർക്ക് വേണ്ടി കോളേജുകളിൽ ഒഴിവുള്ള SC/ST റിസർവേഷൻ സീറ്റുകളിലേക്കാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം പങ്കെടുക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടാത്ത പക്ഷം തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുന്നതല്ല. ആയതിനാൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ മാത്രമേ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കൂടി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം കോഴ്സ് അല്ലെങ്കിൽ കോളേജ് മാറ്റം അനുവദിക്കുന്നതല്ല. സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള SC/ST വിഭാഗത്തിലുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷാർത്ഥികൾ LBSൻ്റെ ഏതെങ്കിലും ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ രാവിലെ 11 മണിക്ക് മുൻപായി ഹാജരായി സ്പോട്ട് അലോട്ട്മെൻറ്റിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഒഴിവുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻറ്ററിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. സ്പോട്ടിൽ പങ്കെടുക്കുന്നവരുടെ റാങ്ക് ലിസ്റ്റിനെ ആധാരമാക്കിയായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ മുൻപ് ഫീ അടച്ചിട്ടില്ലെങ്കിൽ ടോക്കൺ ഫീ ആയി 1000 രൂപ സെൻറ്ററിൽ അടയ്ക്കേണ്ടതാണ്. ഓൺലൈനായും QR കോഡ് മുഖേനയും ടോക്കൺ ഫീ അടക്കാവുന്നതാണ്. ഫീ അടക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ 1/10/2024, 3/10/2024 തീയതികളിൽ അലോട്ട്മെൻറ്റ് മെമ്മോയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ്. പ്രവേശനം നേടാത്ത പക്ഷം തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുന്നതല്ല. ഇനി നമുക്ക് ഓരോ ഈ പ്രാവശ്യം LBSൻ്റെ SC/STക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റിലുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റർ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തിരുവനന്തപുരത്താണ് ആദ്യത്തെ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇതിൽ കാണിക്കുന്നത്. അതിൽ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. ആദ്യത്തെ തിരുവനന്തപുരം, അവിടെയുള്ളത് LBS സെൻറ്റർ നന്ദാവനം പാലയം തിരുവനന്തപുരത്താണ്. രണ്ടാമത്തത് കൊല്ലത്ത് ശാസ്താംകോട്ട കൊല്ലം, അവിടെയാണ് കൊല്ലത്തെ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉള്ളത്. അടുത്ത സെൻറ്ററിലുള്ളത് അടൂരാണ്. അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, അടൂർ പത്തനംതിട്ട. മൂന്നാമത്തെ ആലപ്പുഴയിൽ തട്ടാമ്പള്ളി PO ആലപ്പുഴ. അഞ്ചാമത്തെ ഫെസിലിറ്റേഷൻ സെൻറ്റർ പാമ്പാടിയിലാണ്. അത് നിയർ പോലീസ് സ്റ്റേഷൻ KK റോഡ് പാമ്പാടി കോട്ടയം. അതിൻ്റെ നമ്പറും അവിടുത്തെ ഒരാളെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതിയിരിക്കുക ആവശ്യമുള്ളവർ. ആറാമത്തത് കളമശ്ശേരി, അവിടെ NAD റോഡ് കളമശ്ശേരി. ഏഴാമത്തത് തൃശ്ശൂർ, അവിടെ ചിയ്യാരം തൃശ്ശൂർ. എട്ടാമത്തത് പാലക്കാടാണ്, അവിടെ സെക്കൻഡ് ഫ്ലോർ ചാരുദ ചാമ്പേഴ്സ് നൂറാനി ഷൊർണൂർ റോഡ് പാലക്കാട്. ഒമ്പതാമത്തെ മഞ്ചേരിയാണ്, മഞ്ചേരിയിലെ കച്ചേരിപ്പടി മഞ്ചേരി മലപ്പുറം. പത്താമത്തത് ഇന്ദിരാഗാന്ധി റോഡ് കോഴിക്കോടുള്ളത് ഇന്ദിരാഗാന്ധി റോഡ് കോഴിക്കോടിലാണ്. 11ാമത്തെ ഫെസിലിറ്റേഷൻ സെൻറ്റർ കണ്ണൂർ, LBS റീജിയണൽ യൂണിറ്റ് ഓൾഡ് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് നിയർ SN പാർക്ക് കണ്ണൂർ. 12ാമത്തത് കാസർഗോഡത്തുള്ളത് 3rd ഫ്ലോർ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഓൾഡ് ബസ് സ്റ്റാൻഡ് കാസർഗോഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിലൊന്ന് മെസ്സേജ് അയക്കുക. BSc നഴ്സിങ്ങിനോ അല്ലെങ്കിൽ മറ്റു പാരാമെഡിക്കൽ കോഴ്സിനോ നിങ്ങൾ സീറ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് സീറ്റോ അല്ലെങ്കിൽ മറ്റു സീറ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ
കേരളത്തിനകത്തോ പുറത്തോ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ താഴെ കാണുന്ന ഇൻസ്റ്റഗ്രാം പേജിലൊന്ന് മെസ്സേജ് അയക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും LBS നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്